പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സുമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 2.7 മില്യൺ വ്യൂവർഷിപ്പ് ഒരാഴ്ചക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിന് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഓഗസ്റ്റ് 18-ാം തീയതിയിലെ റോ എപ്പിസോഡിൻ്റെ വ്യൂവർഷിപ്പായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ മെയ് മാസത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ വ്യൂവർഷിപ്പാണ് എന്നുള്ളതാണ് നെറ്റ്ഫ്ലിക്സ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ റോ ബ്രാൻഡിലേക്ക് റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവും സോളോ സിക്കോവയെ ബ്ലഡ് ലൈനിലേക്ക് റീജോയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു സെഗ്മെൻറ്റ്സും അതിൽ കാണാനുള്ള ഇൻട്രസ്റ്റ് ആളുകൾക്കിടയിൽ വർദ്ധിച്ചതുകൊണ്ട് തന്നെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിലും വലിയൊരു ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ ചൊവ്വാഴ്ച ഇന്നലെ നടന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് അടുത്ത ആഴ്ചയായിരിക്കും അറിയാൻ സാധിക്കുക. അപ്പോൾ സ്റ്റോറി ലൈൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ആകുന്നതനുസരിച്ച് റേറ്റിംഗ്സിലും വ്യൂവർഷിപ്പിലും നല്ലതുപോലെയുള്ള ഒരു വ്യത്യാസം, ഒരു കയറ്റം വരുന്നുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഹീറ്റ് വേവ് എന്ന് പറയുന്ന NXTയുടെ അടുത്ത പ്രീമിയം ലൈവ് ഇവന്റിനെ സംബന്ധിച്ചാണ്. ഹീറ്റ് വേവിനോട് അനുബന്ധിച്ച് 2 മാച്ച് അപ്ഡേറ്റ്സ് ഇന്നത്തെ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ WWE നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് നാറ്റി അഥവാ നൊട്ടാലിയ എന്ന് പറയുന്ന WWEയിലെ വെറ്ററൻ റെസ്ലറും ജേഡ പാർക്കറും തമ്മിലുള്ള മത്സരം അതൊരു സബ്മിഷൻ മാച്ച് ആക്കിയിട്ട് ഹീറ്റ് വേവിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഒരു ടൈറ്റിൽ യൂണിഫിക്കേഷൻ മത്സരമായിട്ട് നിലവിലെ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ സാരിയയും NXTയുടെ സ്പീഡ് ചാമ്പ്യനായ സിൻക്ലിയർ എന്ന് പറയുന്ന റെസ്ലറും തമ്മിൽ ഏറ്റുമുട്ടേണ്ട മത്സരത്തിലേക്ക് കയൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന റെസ്ലറിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ആ ടൈറ്റിൽ യൂണിഫിക്കേഷൻ മത്സരം ഒരു ട്രിപ്പിൾ ടെറ്റാക്കി മാറ്റി. അതായത് വിജയിക്കുന്ന റെസ്ലറിന് ഈ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പും സ്പീഡ് ചാമ്പ്യൻഷിപ്പും ഒരേ സമയം കൈവശം വെക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് മാത്രമാക്കിയിട്ട് അതൊരു യൂണിഫൈ ചെയ്യാനുള്ള പ്ലാനാണ് ഉള്ളത്. അപ്പോൾ സാരിയ എന്ന് പറയുന്ന നിലവിലെ NXTയുടെ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനെ ഒരു നോൺ ടൈറ്റിൽ മത്സരത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെയിൽ ആംസ്ട്രോങ് ഇന്നത്തെ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റിലേക്ക് കയറി പറ്റുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്. ഹീറ്റ് വേവ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് ഇത് മാത്രമല്ല ഗംഭീരമായിട്ടുള്ള മൾട്ടി മത്സരങ്ങൾ കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. NXTയിലെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ടെവിനോ ഹൈറ്റ്സ്, അതുപോലെ തന്നെ NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായിട്ടുള്ള മൈൽസ് ബോൺ തുടങ്ങിയവരാണ്. ഇവർ മുൻ ചാമ്പ്യന്മാരായ വാനിറ്റി പ്രൊജക്ട് എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഈ മൈൽസ് ബോൺ എന്ന് പറയുന്ന റെസ്ലർ ഡബിൾ ഡ്യൂട്ടിയാണ് ഈ ഹീറ്റ് വേവ് പ്രീമിയം ലൈവ് ഇവന്റിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ജാക്സൺ ഡ്രേക്ക് എന്ന് പറയുന്ന ഈ വാനിറ്റി പ്രൊജക്റ്റിൻ്റെ മറ്റൊരു റെസ്ലറിനെതിരെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൽസ് ബോണിന് ഡബിൾ ഡ്യൂട്ടി ഉണ്ട്. ഇത് കൂടാതെ കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു മത്സരം എന്ന് പറയുന്നത് NXT വുമൻസ് ചാമ്പ്യനായ കെൻഡൽ ഗ്രേ എന്ന് പറയുന്ന താരം കെലനി ജോർദനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ ഹീറ്റ് വേവ് പ്രീമിയം ലൈവ് ഇവന്റിൻ്റെ മെയിൻ ഇവന്റിൽ നടക്കാൻ പോകുന്നത് NXT ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ടോണി ഡി ഏഞ്ചലോ ഫേറ്റൽ ഫോർ എ മത്സരത്തിലൂടെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതിൽ ഗ്രേസൺ വോളർ എന്ന് പറയുന്ന റെസ്ലർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ക്രൂസ് മോണ്ടാന എന്ന് പറയുന്ന മുൻ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ പങ്കെടുക്കുന്നുണ്ട്. NXTയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത സില ഫാറ്റുവും പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫേറ്റൽ ഫോർ വേയും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളാണ് ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഹീറ്റ് വേവ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ NXT എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു പ്രൊമോഷണൽ വീഡിയോ പോലെ സില ഫാറ്റുവിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ NXT ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തേക്ക് വിടുകയുണ്ടായി. അപ്പോൾ അതിന് താഴെ സാക്ഷാൽ ദ റോക്ക് വന്നിട്ട് സില ഫാറ്റുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സില ഫാറ്റു നന്നായിട്ട് പോരാടൂ എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് റോക്കിൻ്റെ ഒരു കമൻ്റായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സില ഫാറ്റു എന്ന് പറയുന്ന ന്യൂ കമർക്ക് റോക്കിനെ പോലെയുള്ള ഒരു താരത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. സില ഫാറ്റുവും റോക്കും എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ പോലും മറ്റ് താരങ്ങൾക്ക് കൊടുക്കാത്തൊരു സപ്പോർട്ട് സില ഫാറ്റുവിന് NXTയിലേക്ക് വന്ന തുടക്കത്തിലേ തന്നെ റോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സില ഫാറ്റുവിൽ നല്ലൊരു പ്രതീക്ഷ റോക്കിനുണ്ടെന്ന് അർത്ഥം. റോക്കിന് മാത്രമല്ല കമ്പനിക്കും പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് അർത്ഥം. എന്തായാലും റോക്കിൻ്റെ സില ഫാറ്റുവിനെ ഈ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ ചർച്ചകൾക്കാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത്. റോക്കിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ആദ്യ സൂചനയായിരിക്കുമോ ഇതെന്നും പലരും ചോദിക്കുന്നുണ്ട്. കൂടാതെ ഹവായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് WWE 2026 ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ടൂർ നടത്തുന്നുണ്ട്. അതിൽ ചില ഹൗസ് ഷോസ് മാത്രമാണ് നടത്തുന്നത്. എന്നാൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് WWE പുതിയ റെസ്ലേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ട്രൈ ഔട്ട്സ് നടത്തുന്നുണ്ട്. നോർമലി ഇതിന് മുൻപ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത് റോമൻ റെയിൻസിനെയും ഊസോസിനെയും വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ അതിലൊരു മാറ്റം വരുത്തി റോക്കിനെയും കൂടി ആ ഒരു പോസ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു പോസ്റ്റർ എത്താൻ വേണ്ടിയിട്ടായിരിക്കാം റോക്കിനെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ റോക്കിന് പകരം മറ്റൊരു സമോവൻ റെസ്ലറിനെ ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോക്കിനെ ആഡ് ചെയ്തതിലൂടെ റോക്കിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു സൂചനയാണോ നൽകുന്നത് എന്നുള്ളൊരു ചർച്ചയും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോക്ക് സില ഫാറ്റീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് WWE പോസ്റ്റിലേക്ക് ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നു. റോക്കിൻ്റെ പിക്ചർ കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റുകൾ WWE പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ റോക്കിൻ്റെ ഒരു റിട്ടേണിനുള്ള ഒരു സമയമായോ എന്നുള്ളത് ഇപ്പോൾ നമുക്കൊരു സംശയം വരേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്തകളും നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് ആയിരിക്കില്ല. ഇത് ഇന്നലത്തെ റോ എപ്പിസോഡിന് ശേഷം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സ്മാക്ഡൗൺ എപ്പിസോഡ്സിൻ്റെ കുറച്ച് സ്പോയിലേഴ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പോയിലേഴ്സ് കേൾക്കാനോ കാണാനോ ആഗ്രഹമില്ലാത്ത കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് മെയിൻ ഇവൻറ്റിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് നമ്പർ 1 കണ്ടൻഡർ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മത്സരത്തിൽ ഫിൻ ബാലർ, ഗുന്തർ, കെവിൻ ഓവൻസ് തുടങ്ങിയവരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. വിജയിക്കുന്ന റെസ്ലറിന് CM പങ്കിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം എന്നുള്ളതായിരുന്നു ഈ മാച്ചിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ. എന്നാൽ സാമിസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ഫൈറ്റിലൂടെ ആ ഒരു മാച്ച് അവസാനിച്ചു. ഇത് എന്തായാലും ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ എൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊരു ട്രിപ്പിൾ ത്രെറ്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരു കോൺടെസ്റ്റിൻ്റെ റിസൾട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സ്മാക്ഡൗൺ കണ്ട് തന്നെ അറിയേണ്ടതാണ്. അതുപോലെ തന്നെ നിക്കി ബെല്ല എന്ന് പറയുന്ന WWE ഹോൾ ഓഫ് ഫെയിമറിൻ്റെ ഒരു റിട്ടേൺ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പേജ് എന്ന് പറയുന്ന റെസ്ലറിനെ ഒരു മത്സരത്തിന് ശേഷം നിക്കി ബെല്ല ആക്രമിക്കുന്ന കുറച്ച് വീഡിയോസും ഇപ്പോൾ സ്മാക്ഡൗണിൻ്റെതായിട്ട് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. കൂടാതെ റാൻഡി ഓർട്ടനും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് ഒരു പ്രൊമോ ബാറ്റിലും ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്നും അത് ചിലപ്പോൾ ഒന്ന് വൈറലാകാൻ സാധ്യതയുള്ള കുറച്ച് പാരഗ്രാഫ്സ് പറയുന്ന ഒരു പ്രൊമോ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഫ്യൂഡ് തന്നെ പേഴ്സണലാക്കി കൊണ്ടുപോകുന്ന രീതിയിലുള്ള കുറച്ച് വാക്കുകൾ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കാണുക. മറ്റ് അപ്ഡേറ്റ്സും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.